എൻ്റെ പേര് അൽഫോൻസ. എൻ്റെ സ്ഥലം അങ്കമാലി. ഞാൻ സാക്ഷ്യം പറയാൻ കുറച്ച് നാൾ വൈകിപ്പോയതിൽ കുറച്ച് സാക്ഷ്യമുണ്ട്, ക്ഷമിക്കണം. എൻ്റെ മകള് ജിൻസയുടെ കല്യാണം നടക്കാൻ വേണ്ടി കുറച്ച് പ്രാവശ്യങ്ങൾ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടി വിഷമമായി. എന്നിട്ട് അച്ഛനെ കണ്ടു. ഞങ്ങളിങ്ങനെ അച്ഛൻ എപ്പോഴും കൃപാസന പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതാണ്. എന്നിട്ട് ഞങ്ങൾക്കതിങ്ങനെ വരാണ്ട് അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഉള്ള കല്യാണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കളി, എന്നിട്ട് വേറെ കല്യാണം വരും. ഞാൻ മെസ്സേജ് എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, 1 വർഷം കഴിയുമ്പോൾ കല്യാണം നടക്കാം. അത് ഞാൻ വേഗം നടക്കുമെന്ന് അറിയാൻ വീണ്ടും മെസ്സേജ് എടുത്തു. 1 വർഷം തന്നെ കഴിയണം, 1 വർഷമാകുമ്പോൾ നടക്കും. കൃത്യം അച്ഛൻ പറഞ്ഞതുപോലെ മാതാവിൻ്റെ പ്രത്യേക ആ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയ പ്രത്യേക അനുഗ്രഹം എന്ന് പറയാം. കൃത്യം ആ ഇവിടെ വന്ന് സാക്ഷ്യം ഇവിടെ അച്ഛനോട് പറഞ്ഞു, ആ ഡേറ്റിൽ തന്നെ 1 വർഷം ആയപ്പോൾ കല്യാണം ജിൻസയുടെ നല്ലൊരു വിവാഹം നടന്നു. സന്തോഷമായിട്ട് മാതാവിന് 1000 സ്തുതി. ജിൻസ അവൾ BSc പഠിക്കാൻ കാലത്ത് 3ാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു പ്രത്യേക വയ്യായ രോഗങ്ങളൊക്കെ വന്നതുകൊണ്ട് അവൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. പിന്നെ അവളുടെ പരീക്ഷ അവിടെ പരീക്ഷ എഴുതിയെന്നുള്ള കാര്യം അവരുടെ കമ്പ്യൂട്ടറിലില്ല. അതുകൊണ്ട് ഈ കൊച്ചിനെങ്കിൽ പഠിക്കാൻ എടുക്കില്ല, പരീക്ഷ എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു 3-4 പ്രാവശ്യം പല കഴിവുള്ള ആൾക്കാരെയും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ സാധിച്ചില്ല. ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് സമാധാനമായിട്ട് നിങ്ങൾ സാധിക്കും, മാതാവിൻ പ്രാർത്ഥന ചെല്ലുന്നു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 33 വിശ്വാസ പ്രമാണം ഇരുന്ന് പ്രാർത്ഥിക്കാറുന്നു. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നേരത്ത് 16ാമത്തെ വിശ്വാസ പ്രമാണം ചെല്ലണ നേരത്ത് ആസ്ത്യാനോസോണ്യാളും പറഞ്ഞു, നീ എന്തിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ മാതാവിൻ്റെ അടുത്ത് 2 തിരിയും കത്തിച്ച് കൈ 2ഉം വിരിച്ചു പിടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് 30ാമത്തെ വിശ്വാസ പ്രമാണം ആയപ്പോഴത്തേക്കും മാതാവ് അവിടെ വന്നു. മാതാവ് വന്നു. ഞാൻ 33 വിശ്വാസ പ്രമാണം ഒരു കണക്കിന് ചൊല്ലിയാണ് എത്തിച്ചു. വേഗം എഴുന്നേറ്റ് പറഞ്ഞു, മോളെ ജിൻസെ വേഗം ഡ്രസ്സ് മാറും, കോളേജിലേക്ക് എങ്ങനെയെങ്കിലും ഉടുപ്പെടുത്തിട്ടിട്ട് ഓട്ടിക്കോ നീ എന്ന് പറഞ്ഞു. ഇവിടുന്ന് മാതാവും ഈശോയും ആസ്യാനുസൂണാളിനും ഒക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവർ കാറ്റ് വേഗേനയാണ് പോന്നെ, നീ പറന്ന് വായോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് അവൾ ഓടി വന്നപ്പോൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് അവസാനത്തെ ദിവസമാണല്ലോ, എന്നാൽ ക്ലാസ്സിൽ കയറിയിരിക്കാൻ പറഞ്ഞു. ആ കാര്യം മാതാവിൻ്റെ കൃപയാലും ഞങ്ങൾ മുട്ടിപ്പാട്ട് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കാറുന്നു. തൈലം തൊട്ടും ഒക്കെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കൃപയാൽ അവൾക്ക് BSc പഠിച്ച് ജയിക്കാൻ പറ്റി. നല്ല മാർക്കോടെ അവൾ പാസ്സായി. അടുത്ത 2ാമത്തെ മോളാണ് മേരി. അവൾ പഠിക്കാൻ മോശമായിരുന്നു. പഠിക്കാൻ ചെന്ന് 1ാമത്തെ സെമസ്റ്റർ ഇവിടെ പഠിക്കാൻ ഇപ്പം തന്നെ ഞാനിവിടെ ഉടമ്പടി, ഇതെല്ലാം ഉടമ്പടിയിൽ വെച്ച പ്രാർത്ഥനകളാണ്. ഈ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചു, അവൾക്ക് പഠിക്കാൻ കിട്ടണില്ല എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയേണ്ടതാണെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ പറയാണ്, ഒന്നും ഞാൻ പഠിച്ചതൊന്നും വന്നിട്ട് ഒന്നും എനിക്ക് ഓർമ്മയില്ല, എന്തെഴുതിയെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ മറ്റുള്ള എല്ലാ പിള്ളേരും എഴുതിയേക്കാളും നല്ലോണം അവൾ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി. ദൈവത്തിന് 1000 നന്ദി പറയാണ്. മേരിക്ക് കോവിഡ് പിടിപെട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ പറയണു, അവിടെയുള്ള തമിഴന്മാരെ അവർ ഉൾഗ്രാമമാണ്, എനിക്ക് എങ്ങനെ വീട്ടിൽ വരാൻ പറ്റാ, ഭയപ്പെട്ടു. ഞങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ച് തിരി കത്തിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മോളെ എങ്ങനെയെങ്കിലും പോരെ നീന്ന് പറഞ്ഞു. അവൾ പോന്ന് ഇവിടെ കേരളത്തിൻ്റെ ഇവിടേക്ക് കേരള അതിർത്തിയിൽ വന്നപ്പോഴത്തേക്കും ഇവിടേക്ക് കയറ്റണ സമയം തെറ്റി. പക്ഷേ ഒരു കണക്കിന് അവിടെ നിന്നും വന്ന് കിട്ടി, ഇവിടെ നിന്നും കയറാൻ പറ്റി. അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് അവിടെ ഇടയപ്പെട്ട് കഷ്ടപ്പെട്ടു പോയേനെ. അങ്ങനെ കൊച്ചിനെ വീട്ടിലെത്തി കിട്ടി. ദൈവത്തിൻ്റെ പ്രത്യേകമായ മാതാവിൻ്റെ ഇടപെടലും മാതാവ് അവിടെ പോയി അപ്പോൾ അവിടെ കയറ്റി കൊണ്ടുവന്നതാണെന്ന് ഇതിനാൽ ഞാൻ സത്യമായിട്ടും സാക്ഷ്യം പറയുകയാണ്. അതുകൂടാണ്ട് എൻ്റെ ആദ്യം ഞാൻ വെച്ച ഉടമ്പടിയാണ് പാടത്ത്
എന്ത് വെച്ചാലും ഡിസംബർ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഉണങ്ങി വീണ് പോവും സാധനങ്ങൾ. അപ്പം ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കറണ്ട് കിട്ടണം മാതാവേ. 1-2 വർഷമായിട്ട് കൃഷി ഓഫീസിൽ ചെല്ലുമ്പോൾ അവർ തരാൻ പറ്റില്ല, മോട്ടർ വയ്ക്കാൻ അനുവാദം തരാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരുന്നു. ഇവിടെ ഉടമ്പടി വെച്ച് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഉടമ്പടി വെച്ചിട്ട് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എനിക്കവിടെ കറണ്ട് കിട്ടി. സമാധാനമായി. മാതാവിന് 1000 സ്തുതി ഞാൻ പറയാണ്. ഞങ്ങൾക്ക് അപ്പൻ്റെ വക പുരയിടായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കണ ഭൂമി ഞാൻ 20 വർഷമായിട്ട് കര അടയ്ക്കേണ്ടതാണ്. പുരയിടായിട്ട് ഓൺലൈൻ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ പറയണു അത് പാടമാണ്, അതുകൊണ്ട് നിലം എന്നാണ് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സ്ഥലത്ത് ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ടാണ് പോണത്, ചെന്നത്. അപ്പം ചെന്നപ്പോഴാണ് ഇത് നിലമാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആ സ്ഥലത്ത് പുരയിടം പണിയാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ സാങ്ഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ വെച്ചേക്കാറുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ആ ആപ്ലിക്കേഷൻ അവിടെ പാസ്സായി. 1 കോടി രൂപ എനിക്ക് നഷ്ടം വന്നേനെ. പക്ഷേ മാതാവ് എനിക്കത് സാങ്ഷനാക്കാണ്ട് തന്നു. അതിന് ശേഷം പുരയിടമാണെന്ന് വീണ്ടും ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി, നിങ്ങൾ മെക്കിട്ട് പേടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാനത് പുരയിടായതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സാങ്ഷൻ കിട്ടിയത്. അപ്പോൾ അവിടെ തന്നെ 1.5 കോടി രൂപ എനിക്ക് അവിടെ ലാഭം കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തേതൊക്കെ പോയെങ്കിലും വെള്ളം ആയിട്ട് അവിടെ പുരയിടം വെക്കാൻ പറ്റില്ല. മാതാവ് 17 കുഴി കുത്തിയാലും വെള്ളം കയറി ഇങ്ങോട്ട് വരാണ്. ഒരു കാരണവശാലും കോൺട്രാക്ടർക്ക് പണിയാൻ പറ്റണില്ല. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇവിടെ ഈ കെട്ടിടം വെക്കാൻ പറ്റൂല, ഈ കണക്കിനാണെങ്കിൽ ഞങ്ങൾക്ക് ഉയർത്തണമെന്ന് പറഞ്ഞു. ഉയർത്താൻ പറ്റൂല, അവർക്ക് ഭയങ്കര നഷ്ടം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കത് ഒരടി ഉയർത്തി കിട്ടി. ആ മാതാവ് ആണ് അവിടെ. ഞാൻ എപ്പോഴും ആ മാതാവിൻ്റെ ഉപ്പും തൈലവും വചനവും എഴുതി ഒട്ടിച്ചും അവിടെ അത്രമാത്രം വചനം കൊന്ത ചൊല്ലിയും ആണ് അവിടെ ഇതിൻ്റെ സാങ്ഷൻ വീണ്ടും പാസ്സായി. ഇവിടെ ഇങ്ങനെ വെള്ളം വന്നു, ആ വെള്ളത്തിന് ഒരടി പൊക്കി കെട്ടാനായിട്ട് അവർ അനുവദിച്ചു. അതിനുശേഷം ഈ സ്ഥലത്ത് കനാലിൻ്റെ ഓർഡർ കിട്ടേണ്ടി വന്നു, എയർപോർട്ടിൻ്റെ ഓർഡർ കിട്ടേണ്ടി വന്നു. ഇതൊക്കെ മാതാവിൻ്റെ സഹായത്താലാണ്. 2 ദിവസം കൊണ്ട് 85 ലോറി മണ്ണും അടിക്കാൻ പറ്റി. പിന്നെ 10-20 വേറെ മണ്ണുകളും അതിൻ്റെ ഇടയിൽ അടിച്ചു. ഇപ്പം മാതാവിന് വേണ്ടി അവിടെ ബിൽഡിങ് പണിയാണ്. അവിടെ ബിൽഡിങ് പണിത് കഴിയുമ്പോൾ ഈ കടപ്പുറത്തുള്ള ആൾക്കാർക്ക് വീട് പണിത് കൊടുക്കാനും മറ്റുള്ളവർക്ക് തൊഴിലിനും വേണ്ടിയിട്ട് അതിൻ്റെ ഒരു വലിയൊരു വിഹിതം ചെയ്യാൻ വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്നത്. മാതാവ് തന്നെയാണ് അവിടെ കിടന്ന് രാപ്പകൽ നിന്ന് മാതാവ് അവിടെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് അതിൻ്റെ മാതാവ് അവിടെ നിന്ന് പ്രവർത്തിക്കണം. എൻ്റെ സാന്നിധ്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മാതാവ് അത് പണി തീർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. തീർത്ത് തരുമെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിച്ച് മാതാവിന് നന്ദി പറയണം. പ്രസീതയ്ക്ക് അസ്ഥികൾ ഇപ്പോൾ സ്പൈനൽ കോഡിൻ്റെ വാരിയലിൻ്റെ അസ്ഥികൾ ബലഹീനമായിട്ട് കഠിന വേദന, അത് കാരണം അവൾ ജോലിക്ക് പോകാൻ പറ്റാണ്ടായി കിടപ്പായിപ്പോയി. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഉടമ്പടി വെച്ച് അവൾക്ക് എല്ലാവരും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കൃപയാലെ വീണ്ടും അവൾക്ക് ജോലിക്ക് പോകാനും ഇപ്പം ആ വേദനയൊക്കെ കുറഞ്ഞു സമാധാനമായിട്ട് വീണ്ടും ആസ്ട്രേലിയയിൽ അവൾക്ക് 2 ദിവസത്തെ ജോലിക്ക് ഒരാഴ്ചയിൽ പോകാനായിട്ട് ദൈവം കരുണ ചെയ്തു. ഈ പണീന വാർക്കയുടെ അന്ന് ഈ വീടിൻ്റെ വാർക്കയുടെ അന്ന് 2ാമത്തെ നില വാർക്കണേ അന്ന് ശക്തമായ കാറ്റും മഴയാണെന്ന് പറഞ്ഞു. മഴ വാർക്കാൻ നേരത്ത് മഴ വരുമ്പോൾ ആ സ്ഥലത്ത് പെയ്യാണ്ട് പടിഞ്ഞാറുന്ന് കാറ്റും മഴയും ഇരച്ചിങ്ങോട്ട് വരും. ആ മഴ ഈ കെട്ടിടത്തിൻ്റെ വാർക്കയുടെ അപ്പുറത്തേക്ക് കിഴക്കേ വശത്തേക്ക് അങ്ങോട്ട് പോവും. അങ്ങനെ ഭീമമായ മഴ പെയ്തുകൊണ്ടിരുന്ന ആ മഴയിൽ നിന്ന് ഈ പണീനെ വാർക്ക സംരക്ഷിച്ചു മാതാവ്. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവത്തിന് നന്ദി സ്തുതി.